3ds Max സോഫ്റ്റ്വെയറിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് അതിലെ പ്രിമിറ്റീവ്സ് എന്ന് പറയുന്നത്. ആ പ്രിമിറ്റീവ്സ് ഏതൊക്കെയാണ്, അവ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ലഘുവായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. നമുക്കൊരു 3D സ്പേസിൽ ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് പ്രിമിറ്റീവ്സ് എന്ന് പറയുന്നത്. പ്രിമിറ്റീവ്സ് പലതരമുണ്ട്. അതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രിമിറ്റീവ്സിനെ കുറിച്ചും അവ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അവ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിനെ കുറിച്ചുമായിട്ടുള്ള ലഘുവായിട്ടുള്ളൊരു വിവരണമാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. നിങ്ങളിതിൽ ഓരോ പ്രിമിറ്റീവ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്വയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് കുറച്ചും കൂടി വ്യക്തമായിട്ട് അറിയുന്നത്. ഞാൻ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ക്ലാസ്സിലൂടെ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിനുള്ള ബോക്സിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കാം. ബോക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ് വരുന്നത്. ഒന്നാമത്തത് നമ്മളതിന് ലെങ്ത്തും വിഡ്ത്തും ആഡ് ചെയ്യുകയും ദെൻ ഹൈറ്റ് ആഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള 2 സ്റ്റെപ്സ്. ഇതെങ്ങനെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ബോക്സ് സെലക്ട് ചെയ്യണം. അതിനുശേഷം ലെഫ്റ്റ് മൗസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യുക, ദെൻ ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ലെങ്ത്തും വിഡ്ത്തും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനുശേഷം ലെഫ്റ്റ് മൗസ് ബട്ടൺ നമുക്ക് റിലീസ് ചെയ്യാം. അതിനുശേഷം മുകളിലേക്കായിട്ടൊന്ന് മൂവ് ചെയ്യുക. ദെൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് ക്രിയേഷൻ കംപ്ലീറ്റ് ആയി. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കി ഒബ്ജക്ട്സിനും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ കോൺ ആണെങ്കിലും ലെഫ്റ്റ് മൗസ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൂൾ അവിടെ വർക്ക് ചെയ്യില്ല. പകരം ക്ലിക്ക് ആൻഡ് ഹോൾഡ് ദെൻ ഡ്രാഗ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസ് റേഡിയസ് ക്രിയേറ്റ് ചെയ്തു. ഇനി മൗസ് ബട്ടൺ വേണമെങ്കിൽ റിലീസ് ചെയ്യാം. അതിനുശേഷം ഹൈറ്റ് പ്രൊഫൈലാണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ കോണിന് ഒരു സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ ആഡ് ആവും. അപ്പോൾ നമ്മൾ ഹൈറ്റ് ആഡ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ലെഫ്റ്റ് മൗസ് ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക, ദെൻ താഴേക്ക് വലിക്കുക. ഇപ്പോഴാണ് നമുക്ക് കോൺ എന്നുള്ള ഷേപ്പ് കംപ്ലീറ്റ് ആയത്. ഇനി ലെഫ്റ്റ് മൗസ് ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക, ടൂള് ഫിനിഷായി. ദെൻ റൈറ്റ് ബട്ടൺ ഡൺ. ഓക്കെ, അപ്പോൾ ബോക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 സ്റ്റെപ്പേ എടുത്തുള്ളൂ എന്നുണ്ടെങ്കിൽ കോൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എടുത്തത് 3 സ്റ്റെപ്സാണ്. ഇനി സ്ഫിയറിനാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ സ്റ്റെപ്പേ ഉള്ളൂ, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ജിയോസ്ഫിയർ ആണെന്നുണ്ടെങ്കിലും ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. സിലിണ്ടർ ആണെങ്കിൽ 2 സ്റ്റെപ്പ്. ഡൺ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് മൗസ് ബട്ടണും ടൂളിനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് മൗസ് ബട്ടണുമാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഇതിൽ വേറെയുണ്ട് കേട്ടോ, ട്യൂബ്, അതേപോലെ തന്നെ ടോറസ്, നമുക്ക് ഈ ഉഴുന്നുവട എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പാശ്ചാത്യരാണെന്നുണ്ടെങ്കിൽ ഡോണട്ട് എന്ന് പറയും, നമുക്കിതിന് ഉഴുന്നുവട എന്ന് വിളിക്കാം. ടോറസ് ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ വണ്ടികളുടെയൊക്കെ ടയറിൻ്റെ ട്യൂബ് എന്ന് പറയില്ലേ, അതൊക്കെ ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ പിരമിഡ്, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഷേപ്സും കാര്യങ്ങളുമാണ് നമുക്ക് ഇവിടെ 3ds Maxലെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ കിട്ടുന്നത്. ഓക്കെ, ഇവയാണ് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ അടങ്ങിയിരിക്കുന്ന ഷേപ്പുകൾ. ഇനി ഈ ഓരോ ഷേപ്പിനെയും നമുക്ക് ക്രിയേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ പാരാമീറ്റേഴ്സും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ആദ്യം തന്നെ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം, മോഡിഫൈ പാനലിൽ വരിക. ഇവിടെ വന്നതിന് ശേഷം താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നതിനോടൊപ്പം തന്നെ ഇവയെ മോഡിഫൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് സെഗ്മെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യാനും ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ 3 ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് സെഗ്മെൻറ്റ്സിന് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഇത് നമ്മൾ സെലക്ട് ചെയ്ത ഷേപ്പിനനുസരിച്ച് വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ കോണാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഹൈറ്റ് സെഗ്മെൻറ്റ്സ് ആണ് വരുന്നത്. അതിന് എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ് ക്യാപ്പ് സെഗ്മെൻറ്റ്സ് ആൻഡ് സൈഡ്. ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഭാഗത്ത്
എനിക്കിപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും റിങ് പോലെയൊക്കെ ആഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് ക്യാപ് സെഗ്മെൻറ്റ്സ്. പിന്നെ നമുക്ക് ഈ കാണുന്ന ഭാഗത്ത് കുറച്ചും കൂടെ സെഗ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഹൈറ്റ് സെഗ്മെൻറ്റ്. പിന്നെ ഷേപ്പിൻ്റെ ഈ കാണുന്ന ഷേപ്പ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു സർക്കുലർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബട്ട് സൈഡ് ഞാൻ റെഡ്യൂസ് ചെയ്യും തോറും ആ ഷേപ്പും മാറി കിട്ടും. ഓക്കെ, അതിനനുസരിച്ച് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നിട്ട് ഹൈറ്റ് വീണ്ടും കൂട്ടുകയോ കുറയ്ക്കുകയോ നമ്മുടെ ആവശ്യാനുസരണം ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെയാണ് ഈ കാണുന്ന ഏതൊരു പാരാമീറ്റേഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് എനിക്ക് ഡോണറ്റിൻ്റെ ഇപ്പോൾ റേഡിയസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ റേഡിയസ് അപ്പർ റേഡിയസ് വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ ഷേപ്പും മാറുന്നതായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കും. ഇവിടെ സ്ഫിയറിൻ്റെ വന്നു കഴിഞ്ഞാൽ റേഡിയസ് മാത്രമാണ് ഉണ്ടാവുക. റേഡിയസിനെ നമുക്ക് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാം. ദെൻ സെഗ്മെൻറ്റ്സിനനുസരിച്ചിരിക്കും ആ ഒബ്ജക്റ്റ് എത്ര സ്മൂത്ത് ആയിട്ടാണ് കാണുന്നത് എന്നുള്ളത്. എഡ്ജസൊക്കെ ഒന്ന് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് സെഗ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്ര ഒബ്ജക്ട്സ് ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി എക്സ്റ്റെൻഡ് പ്രിമിറ്റീവ്സ് എന്താണെന്നുള്ളത് നോക്കാം. എക്സ്റ്റെൻഡ് പ്രിമിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൻ്റെ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വകഭേദമാണ് എക്സ്റ്റെൻഡ് പ്രിമിറ്റീവ്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ചേംഫർ ബോക്സ്. ചേംഫർ ബോക്സ് വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ വിഡ്ത്തും ലെങ്ത്തും ക്രിയേറ്റ് ചെയ്യണം. ദെൻ മുകളിലേക്ക് വലിക്കുമ്പോൾ ബോക്സ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഹൈറ്റും കിട്ടി. പക്ഷേ ഇതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇനി ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഡ്രാഗ് ചെയ്യുമ്പോൾ സൈഡിലേക്കൊന്ന് ഞാൻ ചെറുതായിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ കോർണേഴ്സും വന്നിട്ട് കുറച്ച് സ്മൂത്ത് ആയതായിട്ട് കാണാം. ഇതാണ് ചേംഫർ ബോക്സിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മൾ സോഫ സെറ്റി, കുഷ്യൻസ്, അതേപോലെ തന്നെ ടേബിൾ ടോപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് വളരെയധികം നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ്. പിന്നെ ഈ സോപ്പ് പെട്ടി, ടെലിഫോൺ റിമോട്ടിൻ്റെ ഭാഗങ്ങൾ, സ്മൂത്തനായിട്ടുള്ള 4 എഡ്ജ് സ്മൂത്ത് ആയിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. എന്ന് മാത്രമല്ല ഇതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു പാരാമീറ്റർ ഏതൊരു പ്രിമിറ്റീവ്സ് ഒബ്ജക്റ്റിനായാലും ശരി ഒരു പാരാമീറ്റർ ഉണ്ടായിരിക്കും. മോഡിഫൈയിൽ വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യാം. എന്നതോടൊപ്പം തന്നെ ഇവിടെ വന്നിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫില്ലറ്റ് എന്ന് പറഞ്ഞ് കാണാം. അതാണ് ഈ സ്മൂത്തനായിട്ട് കാണുന്ന ഭാഗം, ഫില്ലറ്റ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ഫില്ലറ്റിനെ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാം. സെഗ്മെൻറ്റ്സിൻ്റെ നേരത്തെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഫില്ലറ്റിൻ്റെ എണ്ണം കൂടും തോറും അവിടെ വന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഫീൽ കിട്ടും. ഇവിടെ പാരാമീറ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ മുമ്പ് ബോക്സിനാണെങ്കിൽ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ ചേംഫർ ബോക്സിന് ഫില്ലറ്റിൻ്റെയും ഓപ്ഷൻ ആഡ് ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ എനിക്ക് റിഡ്യൂസ് ചെയ്യണമെങ്കിൽ റിഡ്യൂസ് ചെയ്യാം. ഇനി നോക്കി കഴിഞ്ഞാൽ എഡ്ജ് കുറച്ചും കൂടെ ഒന്ന് തിന്നറായിട്ടുള്ള ഫില്ലറ്റാണ് അവിടെ ആഡ് ആയിരിക്കുന്നതായിട്ട് കാണുന്നത്. ഇനി കുറച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ആ മെഷ് എവിടെ വരെ എത്തുന്നോ അത്രയും ഭാഗം വരെ നമുക്ക് ഫില്ലറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഇനിയുള്ളതാണ് ചേംഫർ സിലിണ്ടർ. സെയിം രീതിയിൽ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ലെഫ്റ്റ് മൗസ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ദെൻ മുകൾ ഭാഗത്തേക്ക് ഹൈറ്റ് കൊടുത്ത് നമ്മൾ ദെൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ഉണ്ട്, റൈറ്റ് മൗസ് ബട്ടൺ ടൂള് ഫിനിഷായി. ദെൻ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് സൈഡ്സ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഫില്ലറ്റ് സെഗ്മെൻറ്റ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ റൗണ്ടഡ് ആയിട്ടും മാറും. നമുക്ക് ബോട്ടിൽസൊക്കെ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ്, ന്യൂട്രീഷനായിട്ടുള്ള ബോട്ടിൽസും അതേപോലെ മെഡിക്കൽ സപ്ലിമെൻറ്റ്സിൻ്റെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എപ്പോഴും ടോപ്പ് ആൻഡ് ബോട്ടം ഭാഗം വരുമ്പോൾ കുറച്ചൊന്ന് റൗണ്ടഡ് ആയിട്ടിരിക്കും. അത്തരത്തിലുള്ള ഷേപ്സൊക്കെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടതാണ് ചേംഫർ സിലിണ്ടർ എന്നുള്ളത്. അതിൻ്റെ ഒരു ക്വിക്കായിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിച്ചു തരാം.
ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് അങ്ങനത്തെ ഡബ്ബാസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് ഇതിലെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ക്യാപ്സ്യൂള് ലെഫ്റ്റ് മൗസ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും സ്ഫിയർ ആണോ എന്ന്. ആക്ച്വലി സ്ഫിയർ അല്ല, പകരം ഞാൻ റിലീസ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് വലിക്കുമ്പോൾ കാണാം നമുക്ക് ക്യാപ്സ്യൂൾ പോലെ. അതായത് ഇപ്പോൾ മെഡിക്കൽ രീതിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന നമ്മൾ മെഡിസിനൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ക്യാപ്സ്യൂൾ, അല്ലെങ്കിൽ നമ്മുടെ സൈലോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഷേപ്പുകൾ. അവയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് ക്യാപ്സ്യൂൾ ഉപയോഗിച്ച് ചെയ്യാം. എന്ന പോലെ തന്നെ ക്യാപ്സ്യൂൾ പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊന്നാണ് ഓയിൽ ടാങ്ക് എന്ന് പറയുന്നത്. ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ദെൻ മുകളിലേക്ക് മൂവ് ചെയ്യുക, ദെൻ എത്രത്തോളം നമുക്ക് വേണോ അത്രത്തോളം ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സമയത്ത് ഞാൻ ലെഫ്റ്റ് മൗസ് ബട്ടൺ മൂവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ അതിൽ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എല്ലാ ടൂളുകളും അതെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത സന്ദർഭത്തിൽ ഒന്നും തന്നെ നമ്മൾ അതിനെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ബാക്കിയുള്ള എക്സ്റ്റൻഡഡ് പ്രിമിറ്റീവ്സ് ഓരോന്നും ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാണ് ഫാസ്റ്റായിട്ട്. ഇതാണ് ചില എക്സ്റ്റൻഡ് പ്രിമിറ്റീവ്സിൽ വരുന്ന ഭാഗങ്ങൾ. ഇതിൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഭാഗം നമുക്ക് ഈ കട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് വുഡിൻ്റെ എൻഡിങ്ങിൽ, അതായത് കട്ടിലിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് തലയുടെയും കാലിൻ്റെയും എൻഡ് ഭാഗത്തായിട്ട് നമ്മൾ വുഡിൻ്റെ ഒരു ഡിസൈൻ കൊടുക്കൂലേ, ചെയറിനായാലും ചിലർ കൊടുക്കും. അപ്പോൾ അത്തരം ഭാഗങ്ങളിലൊക്കെ ഈ ഒരു ഷേപ്പ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നതാണ് ടോറസ് നോട്ട്, നൂല് കെട്ടിയ പോലെ അല്ലെങ്കിൽ കയർ കെട്ടിയ പോലെ ഒരു ഭാഗം നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നൊരു രീതിയിൽ നമുക്ക് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത്തരത്തിലുള്ള ഒരു കെട്ടാണ് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ടോറസ് നോട്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഉപയോഗപ്രദമായിട്ട് വരുന്ന മറ്റൊന്നാണ് L&C എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമരൊക്കെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഞാൻ C എക്സ്റ്റൻഷൻ എടുക്കുന്നു, L ആണ് ഇവിടെ കാണുന്നത്. രണ്ടും വർക്ക് ചെയ്യുന്ന രീതി സെയിം തന്നെയാണ്. ആദ്യം തന്നെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഷേപ്പ് വരും. നമ്മൾ എങ്ങനെയാണോ ഡ്രാഗ് ചെയ്യണേ അങ്ങനെ ആയിരിക്കും ഷേപ്പ് വരുന്നുണ്ടാവുക. അതാദ്യം ശ്രദ്ധിക്കുക. അതിനുശേഷം ആ ഒരു പ്രൊഫൈൽ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായി, ബാക്ക് ലെങ്ത്ത്, സൈഡ് ലെങ്ത്ത്, ഫ്രണ്ട് ലെങ്ത്ത് എന്നുള്ള ഭാഗത്തിൻ്റെ കുറച്ച് ക്രിയേറ്റ് ചെയ്തു. ഞാൻ റിലീസ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ പിന്നീട് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഹൈറ്റാണ് വരുന്നത്, ഇത്ര ഹൈറ്റ്. ദെൻ ഞാൻ എന്ത് ചെയ്തു, ലെഫ്റ്റ് മൗസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു. അത് എന്തിനാണെന്നുണ്ടെങ്കിൽ ആ ഓപ്പറേഷൻ അവിടെ കംപ്ലീറ്റ് ആയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ വീണ്ടും ഞാൻ മൂവ് ചെയ്യുമ്പോൾ വരുന്നത് ആ വാളിൻ്റെ തിക്നെസ് ആണ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് L എക്സ്റ്റൻഷനും വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ക്ലിക്ക് ചെയ്തു, മൂവ് ചെയ്ത് വെച്ചു. എനിക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ഞാൻ മൂവ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഹൈറ്റ് ഞാൻ ആഡ് ചെയ്തു, എത്ര ഹൈറ്റ് വേണോ അത്ര ഹൈറ്റ്. ദെൻ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണു, ജസ്റ്റ് മൂവ് ചെയ്ത് അതിന് എത്രത്തോളമാണ് തിക്നെസ് വേണ്ടതിന് അത്രത്തോളം കൊടുക്കുന്നു. ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക്, ദെൻ റൈറ്റ് ബട്ടൺ ടൂള് ഫിനിഷ് ചെയ്യാനായിട്ട്. ഈ കാര്യങ്ങൾ എപ്പോഴും ആലോചിക്കുക. കാരണം നമ്മൾ ചില ടൂളുകൾക്ക് വന്നിട്ട് ഇതേപോലെ 3 പ്രൊഫൈൽ ഉണ്ടാവില്ലേ, 2 പ്രൊഫൈൽസേ കാണും. 2 പ്രൊഫൈൽസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, അതായത് ആദ്യം തന്നെ നമ്മൾ ബേസ് ലെങ്ത്തും വിഡ്ത്തും ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ 2 പ്രാവശ്യം ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഷേപ്സിനാണെന്നുണ്ടെങ്കിൽ അവിടെ 3 പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ അവ യുക്തിപൂർവ്വം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ, നിങ്ങളത് ഉപയോഗിച്ച് വരുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. ഓക്കെ, ഇനി അടുത്ത ഒന്നാണ് കോമ്പൗണ്ട് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്.